സാർ. വരൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് നില. ബാല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമസ്കാരം സാറേ. വരണം ദേവ. എന്താ സുഖാണോ? ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ അല്ലേ? നന്നായിട്ട് കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു സാർ. സാറിന്റെ സഹായം ഉള്ളതുകൊണ്ട് ഇന്ന് എന്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കുന്നത്. ഇതെന്താ ഉള്ളത്? മനുഷ്യന് ഉപകാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് സഹായം ചെയ്തില്ലേ, അതിനുവേണ്ടി ഒരു സ്നേഹ സമ്മാനമാണ്. എന്തിനാ ഇതൊക്കെ? എന്റെ ഒരു കാര്യം. ശരി, നിങ്ങളെന്താ പൊയ്ക്കോ. എനിക്ക് ഇവരുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഡോക്ടറിന്റെ ഒരു സന്തോഷം. സാർ, ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരട്ടെ? നിങ്ങളെ ഭർത്താവിനെ കാണേണ്ടത് ഡോക്ടറാ. എന്നാൽ എനിക്ക് നിങ്ങളെ കാണണം. ആസ് എ ഇൻചാർജ് എനിക്കെന്നൊരു കോട്ടയുണ്ട്. നിങ്ങൾ ഒരു പൈസ പോലും ചെലവ് ചെയ്യണ്ട. എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? വന്നിരിക്കുന്നേ. എന്തിനാ പേടിക്കുന്നേ? വന്നിരിക്കേ. വരൂന്നേ. വന്നിന്റെ അടുത്ത് ഇരിക്കുന്നേ. വരുന്നേ. എന്താ ആലോചിക്കുന്നേ? പേഷ്യന്റ് മാത്രം ഇരിക്കാവുന്ന നിയമമൊന്നുമില്ലെന്നേ. ഇരിക്കുന്നേ. ഇരിക്കേ. അല്പം കൂടെ അടുത്തേക്ക് ഇരിക്കുന്നേ. എന്തിനെങ്ങനെ നാണിക്കുന്നേ? ആ റിപ്പോർട്ടിങ് തന്നെ നോക്കട്ടെ. ക്രിട്ടിക്കൽ കണ്ടീഷനാണല്ലോ. ഒരുപാട് സ്കാനും എടുക്കാനുണ്ടല്ലോ. എന്റെ അമ്മച്ചി, ഒരുപാട് ഡിസീസ് ഉണ്ടല്ലോ. എല്ലാ ഡിസീസിനും ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാകൂ. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. എല്ലാ സഹായവും ഞാൻ ചെയ്യാം. എന്നാൽ അതിന് പകരം നിങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. സഹായോ? അല്പം മുമ്പ് ഇവിടെ വന്നിട്ട് പോയില്ലേ? അവനെ കൊണ്ട് കഴിയുന്ന ഉപകാരം അവൻ ചെയ്തു. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് സഹായമായിരിക്കും ആവശ്യപ്പെടുന്നത്? മനസ്സിലായില്ലേ? കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ പേഷ്യന്റിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ആലോചിക്കണ്ട. ശരി, എന്നങ്ങ് പറഞ്ഞേക്ക്. നീയും അങ്ങനെ തന്നെയാണല്ലേ? അപ്പൊ കാര്യം പിടികിട്ടി അല്ലേ? പക്ഷേ ഈ കാര്യം എന്റെ കൂട്ടുകാരൻ ബാല അറിയാനേ പാടില്ല. കാരണം അവ എന്നെ വില്ലനായിട്ട് കരുതും. അതുകൊണ്ടാ. ഭൂരിഭാഗം ആണുങ്ങളുടെ സ്വഭാവം ഇതാണല്ലോ. വെരി ഗുഡ്. ഓപ്പറേഷനൊക്കെ അവർ നോക്കിക്കോളൂ. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി പ്ലീസ്. ഹായ് ഗണേഷ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഷൺമുഖത്തിന് ഇപ്പം എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? 10 ദിവസത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? താങ്ക്സ് ഡാ. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സഹായം ചെയ്തില്ലേ? വിട്ടേക്കടാ, ഇതൊക്കെ ഒരു സഹായമല്ലടാ. എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ശരി, സഹായം ചോദിച്ച് ഒരു ലേഡിയോടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. പിന്നെ ഇവരെ പോലെ ഇനി ആരൊക്കെ കഷ്ടപ്പെടുന്നുവോ ഒന്നും ആലോചിക്കാതെ എൻ്റെ അടുത്ത് കാര്യം ചെയ്യും. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെടാ, ശരി. ഷൺമുഖ എങ്ങനെയുണ്ട് ഇപ്പോ? പറയേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പേടിക്കണ്ട. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞോട്ടെ. പഴയ പോലെ ഓടിച്ചാടി നടക്കും. സാറേ, ഞാനെങ്ങനെ ഈ ഉപകാരത്തിന് നന്ദി. ഇതൊന്നും മനുഷ്യന്റെ കയ്യിലല്ല ഷൺമുഖ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നന്നായി പ്രാർത്ഥിച്ചോളൂ. നില, നന്നായി ശ്രദ്ധിച്ചു നോക്കിക്കോ. റൂം ക്ലീൻ ചെയ്യണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? പിന്നെ മദ്രാസിൽ ഞങ്ങളൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചോളൂ. ക്യാഷ് എന്തെങ്കിലും വേണോ? വേണ്ട. ഇതുവരെ നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങൾ
എൻ്റെ ജീവനുള്ളത് വരെ ഞാൻ മറക്കില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നോടും ക്ഷമിക്ക്. നിനക്ക് കല്യാണം ആയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ കണക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്തോ ഒരു ഇഷ്ടം ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായി മാറി. എന്നാ ഞാനങ്ങോട്ട് ഉം. വ്യഭിചാര സുന്ദരികൾ പിടിയിൽ. ഒരു ലുക്കില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലും ഈ പത്രക്കാരതിനെ സുന്ദരികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്താ കാര്യം? അതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. അവര് സുന്ദരികൾ എന്ന് പറയുന്നതുകൊണ്ടാ നമ്മുടെ കച്ചവടം പൊടി പിടിക്കുന്നത്. എടി നീ ഇനിയും പുറപ്പെട്ടില്ലേ? പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ വരാൻ പറഞ്ഞു ചേച്ചി. ഓ അത് ശരി. ഇറക്ക. ആ ചേച്ചി, വേറൊരു കാര്യം. ഇന്ന് മുതൽ ലോറികൾ പണിമുടക്കി. എന്താടാ പറയുന്നേ? ആ അതിൽ എഴുതിയിട്ടുണ്ട്. ചേച്ചി ചേച്ചി പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും വന്നല്ലോ. വാ വാ, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലോറി ഓടിയില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഓർമ്മ വരുമല്ലേ? ശരി പോട്ടെ, എല്ലാം നമ്മുടെ ആളായി പോയില്ലേ. എന്താ എല്ലാരും കൂടി ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങിയേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. അതുകൊണ്ടാ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ലോറിയൊക്കെ സ്ട്രൈക്ക് അല്ലേ, ചേച്ചിക്ക് അറിയാലോ. ഞങ്ങൾക്ക് ചേച്ചിയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന് വരാൻ? ശരി ഗോദാവരി, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്ക്. ദേ 10 പൈസയാ പലിശ. പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വരണം, മനസ്സിലായല്ലോ? ശരി ചേച്ചി. ആ എടി മോളെ, നിനക്ക് നല്ല ചങ്കൂറ്റം അടി. എങ്ങനെയോ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചല്ലോ നീ. ഇപ്പോഴാ ഒന്ന് ഭേദമായത്. ഉടനെ ബീഡി വലിക്കാൻ തുടങ്ങിയോ? അതെടുത്ത് കളാ. നില എവിടെയായിരുന്നു? ഹൈവേയിൽ കാണാറില്ലല്ലോ. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, 2000 രൂപ. വരുമോ? ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല. നിന്റെ ജോലിയല്ലേ അത്? അപ്പോ KPR ചേച്ചി പറഞ്ഞാ വരുമോ? ആര് പറഞ്ഞാലും എങ്ങോട്ട് വിളിച്ചാലും ഞാൻ ഇനി വരില്ല. ആ നില എന്നേ ചത്തു. വാ ഷൺമുഖ, പോകാം. ഓ, ഇപ്പൊ പുതിയ സെറ്റപ്പാ തോന്നുന്നു. ഇവനായിരിക്കും ആള്. ചേട്ടാ, 2 പേർക്ക് ഇഡ്ഡലി. ആ ചേട്ടാ, എനിക്ക് പൂരി മതി. ഇപ്പോഴാ ഓപ്പറേഷൻ കഴിഞ്ഞത്. എണ്ണയുള്ളതൊന്നും കഴിക്കരുത്. ചേട്ടാ, ഇഡ്ഡലി മതി. അത് പിന്നെ കൊച്ചിന് നല്ല വിശപ്പുണ്ട്. പോയി 4 ഇഡ്ഡലി വാങ്ങിച്ചോണ്ട് വരാൻ ആ നോക്ക്. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വയറ് നിറച്ച് എടോ, 4 ഇഡ്ഡലി പാഴ്സൽ ചെയ്തേക്ക്. ഏയ് നില, എന്താ ഇവിടെ? നിന്നെ കാണാനേ ഇല്ലല്ലോ. എവിടെ പോയിരുന്നു? എന്റെ പെണ്ണുപിള്ള നാട്ടിൽ പോവാ. അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നേ. രാത്രി അങ്ങ് വന്നേക്ക്, വേണ്ടതുപോലെ തന്നേക്കാം. ശരിയല്ലേ? ഇയാൾ എന്തോടെ രൂക്ഷമായിട്ട് നോക്കുന്നേ? ഭർത്താവൊന്നും അല്ലല്ലോ.
അത് ശരി, ആ MLA-ക്ക് നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു. ആരോട് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ബസ്സിന് സമയം, വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇപ്പൊ വരാവടി. ഇയാൾ എന്തിനാ ഈ ടെൻഷൻ ആവുന്നേ? കസ്റ്റമറിന് കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? ശരി, എന്റെ പെണ്ണുമ്പിള്ള ചീത്ത വിളിക്കുന്നു, രാത്രി മറക്കാതെ പറഞ്ഞേ. കുറച്ച് എക്സ്ട്രാ പൈസ ഒക്കെ തരാം, ഓക്കെ? എടോ, താനെന്തോടോ ആള് നിൽക്കുന്ന പോലെ അറിയാതെ ഇടിച്ചോണ്ട് പോന്നേ? സൂക്ഷിച്ചു പോടൂ. നമ്മള് രണ്ടുപേരും ഒന്നിച്ച് കഴിച്ച് എത്ര നാളായി. നില, നിന്റെ കൈ തൊട്ടാലേ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എടോ, പാഴ്സൽ കേട്ടിയോ? ഇതാടാ. എന്നാ ശരി, ഞാനങ്ങോട്ട് പോട്ടെ. പറഞ്ഞ കാര്യം മറക്കല്ലേ. ഒന്ന് മാറി നിൽക്കണോ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്നോട് ക്ഷമിക്കും. ഇനി നമുക്കിവിടെ വേണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോകാം. സമ്മതാണോ? അത് ശരി, ആ MLA-ക്ക് നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു. Huh?